എറണാകുളം ടൗൺ ഹാളിൽ സാനുമാഷിൻ്റെ മൃതദേഹം സന്ദർശിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും കൂടി പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ചിന്ത വന്നു. സാനുമാഷിന് വയസ്സ് 98. എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്കിന്ന് 96 വയസ്സ്. അമ്മയ്ക്കും വേണമെങ്കിൽ ജീവിച്ചിരിക്കാമായിരുന്നു എന്ന ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊന്തി വന്നു. പെട്ടെന്നാണ് അതിൻ്റെ തലേ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ച ഒരു ഹൈക്കോടതി വിധി എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ആ ഹൈക്കോടതി വിധിയുടെ ആ തലവാചകം ഇങ്ങനെയാണ്: അമ്മയെ നോക്കാത്തവർ മനുഷ്യരല്ല, ഹൈക്കോടതി. മകൻ ജീവനാംശം നൽകണമെന്ന ഉത്തരവ് ശരിവെച്ചു. പ്രായമായ അമ്മയെ നോക്കാത്തവർ മനുഷ്യരല്ലെന്ന് ഹൈക്കോടതി. 100 വയസ്സായ അമ്മയ്ക്ക് മാസം 2000 രൂപ വീതം ജീവനാംശം നൽകണമെന്ന കൊല്ലം കുടുംബക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് മകൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ ഈ നിരീക്ഷണം. അമ്മയ്ക്ക് ജീവനാംശം നൽകാതെ കോടതി കയറ്റിയ മകൻ്റെ നടപടി ലജ്ജിപ്പിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു. നമസ്കാരം. എനിക്ക് എൻ്റെ അമ്മയും പപ്പയും എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴും ആഘോഷമായിരുന്നു. ഇന്നിപ്പോൾ 2 പേരും ജീവിച്ചിരിപ്പില്ല. 2 പേരും ഇന്നും എൻ്റെ ആഘോഷമാണ്. എൻ്റെ പപ്പ മരിക്കുന്നത് എൻ്റെ 28-ാം വയസ്സിൽ മരിക്കുന്നു. എൻ്റെ അമ്മ മരിക്കുന്നത് 50-ാം വയസ്സിലുമാണ്. ഈ 2 മരണങ്ങളും എന്നിൽ ഉണർത്തിയ വൈകാരികതയും അവസ്ഥയും വളരെ വിഭിന്നവും എന്ന് വെച്ചാൽ നേർ വിപരീതമാണെന്ന് തന്നെ പറയാം. അമ്മ ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ടൗൺ ഹാളിൽ നിന്ന് സാനുമാഷിൻ്റെ മൃതദേഹം കണ്ട് സാനുമാഷിനേക്കാൾ 2 വയസ്സ് പ്രായം കുറവുള്ള അമ്മയ്ക്കും വേണമെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം. അമ്മ എന്നത് ഒരു തലത്തിലൊരു വിഗ്രഹം കൂടിയാണ്. ആ അമ്മയിലൂടെ നമ്മളിലേക്ക് പ്രവേശിച്ച അനുഭവം, ആ അനുഭവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അപ്പം എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ആഗ്രഹം, അമ്മയുടെ സ്നേഹം വേണമെങ്കിൽ എനിക്ക് ഇന്നും കിട്ടുമായിരുന്നു എന്നുള്ള ഒരു അമ്മയോടുള്ള ആ അമ്മ മകൻ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് എൻ്റെ ഒരു മഹത്വം കൊണ്ട് സംഭവിച്ചതല്ല, എൻ്റെ ഒരു ഉദാരതയോ അതല്ലെങ്കിൽ എൻ്റെ സവിശേഷതയോ യാതൊന്നും കൊണ്ട് സംഭവിച്ചതല്ല. കാരണം ആ അമ്മ, എൻ്റെ അമ്മ എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച ജനനസമയം മുതൽ അവസാന നിമിഷം വരെ, മരണനിമിഷം വരെ എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്നിൽ നിന്ന് എൻ്റെ മനസ്സിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ കാരണം. പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എൻ്റെ അമ്മ എന്നോടൊപ്പം ഇല്ലാത്തതോ അല്ലെങ്കിൽ എൻ്റെ പപ്പ ഇല്ലാത്തതോ ഒന്നും എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമേ അല്ല. ഇന്നും അവരെൻ്റെ ആഘോഷമാണ്. ഇന്നും എൻ്റെ ഓരോ അവസ്ഥകളിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് ഓരോ വീഴ്ചകൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ കുറ്റപ്പെടുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാലോ ഒക്കെ യഥാർത്ഥത്തിൽ അവർ വന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മളോട് അവർ കാണിച്ച ചില നിമിഷങ്ങൾ. ഇപ്പം എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഒന്ന് നുള്ളിയ ഒരു ഓർമ്മ, അതല്ലെങ്കിൽ ഒരു കർശനമായി വഴക്ക് പറഞ്ഞ ഒരു ഓർമ്മ പോലും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിൽ എൻ്റെ അമ്മ എന്നിലേക്ക് പകർന്ന ആ ഒരു സ്നേഹം, എൻ്റെ അമ്മയുടെ കണക്ക് എൻ്റെ മക്കളെയും, ഇപ്പം എനിക്ക് മകൾക്കൊരു കുഞ്ഞു മകനുണ്ട്, ആ മകനെയും എങ്ങനെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. അപ്പം അവിടെയാണ് ഞാനിതിൻ്റെ ആഘോഷമാക്കി എൻ്റെ അമ്മയെയും എൻ്റെ പപ്പയെയും ഒക്കെ എടുക്കുന്നത്. അപ്പം ഇവിടെ ഈ വിധി 2 ആൺമക്കളാണ്. ഈ 2 ആൺമക്കൾ, അതിൽ ഒരാളുടെ, അതായത് ഈ മൂത്ത മകൻ്റെ കൂടെയാണ് അമ്മ ഇവിടെ ഈ കോടതി വിധിയിൽ പരാമർശിക്കുന്ന വിഷയത്തിലെ സംഭവത്തിൽ താമസിക്കുന്നത്. 2ാമത്തെ മകനെതിരെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, താൻ മനുഷ്യനല്ല, തൻ്റെ നിലപാട് ലജ്ജിപ്പിക്കുന്നതാണ് എന്നുള്ളത്.
അമ്മയ്ക്ക് ജീവനാംശം നൽകണം. ഈ രണ്ടാമത്തെ മകൻ കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്, ഇത് അമ്മയുടെ പ്രശ്നമല്ല, വേണമെങ്കിൽ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം, അമ്മ എൻ്റെ കൂടെ വന്നാൽ മതി. ഇത് ചേട്ടൻ അമ്മയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. കാര്യം അമ്മയാണ് ഈ ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചേട്ടൻ എത്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ വിഷയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു കോടതി വിധിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു കിളിവാതിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റം, ആ മാറ്റത്തിൽ വ്യക്തിയും ബന്ധങ്ങളും സമൂഹവും എങ്ങനെ മാറുന്നു, കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മാറുന്നു, സ്ത്രീയുടെ അവസ്ഥ എന്ത്. നമുക്കിവിടെ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതെല്ലാം ചില സാഹചര്യങ്ങളുടെയും ഇവിടുത്തെ ഈ രണ്ട് ആൺമക്കളും അമ്മയും അതേപോലെ ഹൈക്കോടതിയിലെ വിധിയും, ഇവിടെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറ്റപ്പെടുത്തുന്നത് ശരിയുമല്ല. കാര്യം കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മരിച്ച മനസ്സിൻ്റെ പ്രതികരണമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച മനസ്സുകളുടെ ഉടമകളാണ് ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ അവസ്ഥകളാണ്. ഈ അവസ്ഥകളെ ഇന്ന് സാങ്കേതിക വിദ്യ നോക്കുക, നിർമ്മിത ബുദ്ധിയും കഴിഞ്ഞ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് എത്തി നിൽക്കുന്നു, അതിസൂക്ഷ്മമായ തലത്തിലേക്ക്. കാരണം നമ്മളുടെ കാഴ്ചകൾ കൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് നമ്മളുടെ മുമ്പിൽ ഈ നിർമ്മിത ബുദ്ധിയായിട്ട് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സങ്കല്പത്തിൽ മാത്രമേ ഈ ആയുധത്തെ അല്ലെങ്കിൽ ഈ ടൂളിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പം ഭൗതിക ശാസ്ത്രം പോലും, നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഈ ഉപകരണം പോലും ആ തലത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യന്റെ തലവും അതിന് ഒരു പടി മുകളിലാണെങ്കിൽ മാത്രമേ ആ സാങ്കേതിക വിദ്യയെ നമുക്ക് അതിവിദഗ്ധവും സർഗാത്മകവുമായി ഉപയോഗിക്കാൻ പറ്റൂ. അതല്ല എങ്കിൽ ഈ സാങ്കേതിക വിദ്യ നമ്മളെ അടിമയാക്കും. അവിടെയാണ് മനുഷ്യന്റെ ഗതികേട് വരുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഗതികേടിന്റെ ഒരു ചിഹ്നമല്ല. മനുഷ്യനെന്ന് പറയുന്നത് സാധ്യതയുടെ ഒരു ജീവിക്കുന്ന രൂപമാണ്. അപ്പൊ ഇവിടെ മലയാളിയുടെ മുമ്പിൽ ഒരു സാധ്യതയും ഗതികേടും, ഇത് രണ്ടും ഈ കോടതി വിധിയിലൂടെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. മാത്രവുമല്ല, സമൂഹത്തിന്റെ ഓരോ തലങ്ങളെയും നമുക്ക് ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കിളിവാതിലൂടെ കാണാൻ പറ്റും. നാളെ ഈ നിർമ്മിത ബുദ്ധി യുഗത്തിൽ കോടതി എങ്ങനെയായിരിക്കും, കോടതിയിലെ വാദവും പ്രതിവാദവും എങ്ങനെയായിരിക്കും, ജഡ്ജ് എങ്ങനെയായിരിക്കണം, അതേപോലെ നമ്മളുടെ സമൂഹത്തിലെ മാറുന്ന ബന്ധങ്ങൾ, ഇന്ന് കേരളത്തിന്റെ കുടുംബ ബന്ധങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, ഈ കാരണങ്ങളിലൂടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ കടന്നു പോകുന്ന ഒരു വളരെ നരകയാതനയായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതിൽ നിന്ന്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾ ലഹരിയിലേക്ക് മാറുന്ന വഴി, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് ഈ ഒരൊറ്റ ഇതിലൂടെ, ഈ ഉത്തരവ് നൽകുന്ന കിളിവാതിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്തരം ഒരു കാഴ്ചയിലേക്ക് നമുക്ക് കൂട്ടായിട്ട് ഒന്നിച്ച് കാഴ്ചകൾ കാണാം എന്നുള്ള ഒരു ക്ഷണത്തിലേക്ക് ഞാൻ എൻ്റെ ഈ ഒരു സംഭാഷണം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ശ്രമിക്കുകയാണ്. ഓരോ വിഷയങ്ങളും നമുക്ക് ഇതിൻ്റെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ, കാര്യം ഇതിനകത്ത് അടങ്ങാത്ത ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതായത് നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുകയും ആ കാഴ്ചയിലൂടെ നമ്മളെ നവീകരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഈ അന്തരീക്ഷത്തിൽ പോകാൻ കഴിയും.